അധ്യക്ഷ പദം അലങ്കരിക്കുന്ന കീഴൂട്ടിൽ വേലായുധൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ചെയർപേഴ്സൺ കെ സരോജിനി അമ്മ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുഖ്യാതിഥികൾ, ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാർ, കീഴൂട്ടിൽ വേലായുധൻ മെമ്മോറിയൽ ട്രസ്റ്റ് കഴിഞ്ഞ കുറച്ചു നാളുകളായി കൊലയി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കലാ സാംസ്കാരിക രംഗത്തടക്കം വിവിധ പ്രവർത്തനങ്ങൾ, ആരോഗ്യരംഗത്തടക്കമുള്ള വിദ്യാഭ്യാസ രംഗത്തടക്കം ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ആദ്യ സംരംഭം എന്ന രീതിയിൽ കൊലയി ഗ്രാമപഞ്ചായത്തിലെ കിടപ്പിലായ രോഗികളെ പരിചരിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് കൊലയി പഞ്ചായത്തിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിക്ക് വേണ്ടി സൗജന്യമായി ഒരു വാഹനം അന്നത്തെ റവന്യൂ മിനിസ്റ്ററായിരുന്ന ശ്രീ കെ പി രാജേന്ദ്രൻ നൽകിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷവും KVNM ട്രസ്റ്റ് തിരൂർ പ്രദേശത്തെ ഏറ്റവും വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ തിരൂർ സെൻറ് തോമസ് ഹൈസ്കൂളിലേക്ക് വിദ്യാഭ്യാസ പഠനത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി 1 ലക്ഷം രൂപയുടെ പഠനോപകരണങ്ങൾ നൽകുകയും ചെയ്ത സംഭവമുണ്ടായിരുന്നു. അങ്ങനെ നിരവധി കഴിഞ്ഞ വർഷവും അതിന് തൊട്ട് മുമ്പത്തെ വർഷവും എല്ലാം തന്നെ കഴിഞ്ഞ 2-3 വർഷമായി ഈ പ്രദേശത്തെ ആളുകൾക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ എന്ന രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം KVNM ട്രസ്റ്റിലെ അംഗങ്ങളെ കീഴൂട്ടിൽ വേലായുധൻ നായരുടെ മക്കളും മരുമക്കളും അടങ്ങുന്ന ഒരു ഫാമിലി ട്രസ്റ്റ് എന്ന നിലയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ കുറേയധികം പ്രവർത്തനം നടന്നു വരുന്ന സാഹചര്യത്തിലാണ് ഈ വർഷവും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് ട്രസ്റ്റിൻ്റെ മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നടന്നിട്ടില്ലാത്ത ഒരു മെഡിക്കൽ ക്യാമ്പ്. നമുക്കറിയാം, പലപ്പോഴും മെഡിക്കൽ ക്യാമ്പുകൾ എന്ന രീതിയിൽ വരുമ്പോൾ ആയുർവേദത്തെ പലപ്പോഴും തടയുന്ന അല്ലെങ്കിൽ അത് മാറ്റിവയ്ക്കപ്പെടുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നു. പ്രത്യേകിച്ചും ആയുർവേദ മരുന്നുകൾക്ക് വളരെയധികം വില കൂടിയ സാഹചര്യമാണ് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാമ്പുകൾ നടത്തുക എന്നുള്ളത് സാമ്പത്തികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്ന രീതിയിൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടുകൊണ്ടാണ് കീഴൂട്ടിൽ വേലായുധൻ മെമ്മോറിയൽ ട്രസ്റ്റ് ഈ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പെടുന്ന പാവപ്പെട്ടവരായ രോഗികൾക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമായ നല്ല ഒരു ആരോഗ്യ ഗ്രാമമാക്കി കോലയെ മാറ്റുക എന്ന ആ സങ്കല്പത്തിൽ നിന്നുകൊണ്ടുള്ള പദ്ധതിയുടെ ഒരു ഭാഗമെന്ന നിലയ്ക്കാണ് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. എന്തായാലും ഈ മെഡിക്കൽ ക്യാമ്പും ഇതിന് ശേഷം അർഹരായ രോഗികൾ, പാവപ്പെട്ട ആളുകൾ വരികയാണെങ്കിൽ അവരെ തുടർന്ന് ചികിത്സിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആലോചിക്കണമെന്നൊരു ആലോചനയും കൂടിയുണ്ട്. തീർച്ചയായും അർഹതപ്പെട്ട ആളുകൾക്ക് സമൂഹത്തിലെ അവഗണിക്കപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ പരിരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ കൈകോർക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ ട്രസ്റ്റിനെ സംബന്ധിച്ചോളം ഉള്ളത്. എന്തായാലും വരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്ന് ആരോഗ്യരംഗത്ത് തന്നെ ചിലവുകൾ വർദ്ധിച്ചു വരുന്ന ഒരു ഭാര്യയും ഭർത്താവുമുള്ള കുടുംബത്തിൽ തന്നെ 2 പേരും ജോലിക്ക് പോയാൽ ജീവിത ചെലവ് കൂട്ടിമുട്ടാൻ വയ്യാത്ത സാഹചര്യത്തിൽ, പെടാപ്പെടുന്ന സാഹചര്യത്തിൽ മരുന്നിന് ഒരുപാട് സംഖ്യ ചെലവ് ചെയ്യുന്ന കാലഘട്ടമാണ് നമുക്കെല്ലാവർക്കും അറിയാം. അതിനെ കുറച്ചു കൊണ്ടുവരിക, ഒരു കൈത്താങ്ങ് എന്ന നിലയ്ക്കാണ് ഇന്ന് ഈ ആരോഗ്യ ക്യാമ്പ് എന്ന രീതിയിൽ ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കെല്ലാം പ്രിയങ്കരനായ തൃശ്ശൂരിൻ്റെ RDO ആയിരുന്നു. അതിനു മുമ്പ് കുറച്ച് നാൾ തൃശ്ശൂർ തഹസിൽദാരായിരുന്നു.
ഇപ്പോൾ ഗുരുവായൂർ ദേവസ്ഥത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ പദവി അലങ്കരിക്കുന്ന ശ്രീ കെ മുരളീധരൻ അവർകളാണ്. നമ്മുടെ തൃശ്ശൂർക്കാരൻ തന്നെയാണ് അദ്ദേഹം. പലപ്പോഴും പഞ്ചായത്തിന്റെ പല പ്രവർത്തനങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം നമ്മളോട് ഈ പ്രദേശത്തൊക്കെ വന്നിട്ടുള്ള ആളുകളാണ്. അദ്ദേഹം വന്നിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും എനിന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോൾ കുറ്റൂര്, കൊട്ടേക്കാട്, കോളേജിലൊക്കെ ആളുകളെ പ്രതിനിധി ആ സന്ദർഭത്തിൽ അത് സ്കൂളിലേക്ക് നമ്മൾ കോളേജ് സ്കൂളിലേക്കും അതുപോലെ തന്നെ കുറ്റൂർ സ്കൂളിലേക്കും ആളുകളെ ഏതാണ്ട് 100 കുടുംബങ്ങളെ മാറ്റിപ്പറപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. ആ സമയത്തേക്ക് അതിന് സജീവമായി ഇടപെടുകയും അതിൽ മുഴുവൻ ആളുകൾക്കും മുഴുവൻ സമയവും അദ്ദേഹം രാത്രിയോ പകലോ ഇല്ലാതെ സേവനം അനുഷ്ഠിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിനെ നമുക്ക് ഉദ്ഘാടനമായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഈ ട്രസ്റ്റിന് വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ചടങ്ങിനെ ആശംസ അർപ്പിക്കാൻ വേണ്ടി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആരാധ്യയായ അധ്യക്ഷ ശ്രീ ഓമന രവീന്ദ്രൻ അവർകളാണ്. ശ്രീ ഓമന രവീന്ദ്രൻ അവർകളെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നമ്മുടെ കോളേജ് നിവാസിയാണ് പ്രസിഡന്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും മുഖപരിചയം ഉണ്ടാവും. പ്രസിഡന്റിനെ ഞാൻ സഹർഷം ഈ വേദിയിലേക്ക് ആശംസ അർപ്പിക്കാൻ സ്വാഗതം ചെയ്തോളൂ. അതുപോലെ തന്നെ ഈ ചടങ്ങിനെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി 3-ാം വാർഡിന്റെ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ശ്രീമതി ഇന്ദിര സുരേഷ് ഇവിടെ എത്തിച്ചേർന്ന് വളരെ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ശ്രീമതി ഇന്ദിര സുരേഷിനെ ട്രസ്റ്റിന് വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ ഈ ട്രസ്റ്റിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ള ഇതിന്റെ പ്രവർത്തനങ്ങളിൽ എന്നും ഞങ്ങളോടൊപ്പം നിന്നിട്ടുള്ള കോളേജ് ഗ്രാമപഞ്ചായത്തിന്റെ മുൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായ കോളേജ് നിവാസി കൂടിയായ ശ്രീ MR കൃഷ്ണൻകുട്ടി ഈ വേദിയിൽ നമ്മളെ ആശംസകൾ വേണ്ടി എത്തിച്ചേർന്നുണ്ട്. ശ്രീ MR കൃഷ്ണൻകുട്ടി അവരെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ക്യാമ്പിന്റെ ആലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലൊരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം നമുക്കറിയാം, ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. പക്ഷേ അതിനെല്ലാം തരണം ചെയ്യാൻ ആവശ്യമായ ഊർജം ഞങ്ങൾക്ക് നൽകിയത് നമ്മുടെ CMO കൂടിയായ അച്ചൂപുരം നിവാസി കൂടിയായ ഡോക്ടർ ശ്രീദേവി അവർകളാണ്. അവർ ഈ വേദിയിലുണ്ട്. അവർ നമ്മളോട് ആശംസ അർപ്പിക്കുന്നുണ്ട്. ഡോക്ടർ ശ്രീദേവി അവർകളെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്ന ഡോക്ടർമാരുണ്ട്. പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഈ ക്യാമ്പിന്റെ മറ്റൊരു ഉപദേഷ്ടാവ് കൂടിയായ ഡോക്ടർ സന്തോഷ് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രീതി സന്തോഷ്, അപ്പോൾ ഡോക്ടർ ഫ്രാങ്കോ ജെയിംസ്, അതുപോലെ തന്നെ ഡോക്ടർ ശരത്ത് ഔഷധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊട്ടേക്കാട് ആയുർവേദ ആശുപത്രി ഡോക്ടർ ശ്രീകല ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയെല്ലാം ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫാർമസിസ്റ്റുകൾ നമ്മളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുമായി സഹകരിക്കുന്ന ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ മുരളീധരനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.